ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ടീമോ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് തന്നെ ടീമോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 95 പൗണ്ടിന് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും കാശിന് ഓർഡർ ചെയ്യുന്നത് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. ടീമിൽ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ 15 പൗണ്ടിന് മിനിമം എടുക്കണം, എന്നാലേ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തവണ ഇങ്ങനെ എടുത്ത് അവസാനം ഒരു ദിവസം ഞാൻ തന്നെ ഇരുന്നിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്ര രൂപയ്ക്ക് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാകും. അങ്ങനെ നോക്കിയപ്പോഴാണ് 95 പൗണ്ട്. ആദ്യം ചെറുതായിട്ടൊന്ന് എൻ്റെ കിളി പോയി, പിന്നേക്ക് തോന്നി എന്തായാലും കുഴപ്പമില്ല, ആവശ്യമുള്ള സാധനങ്ങളല്ലേ, കുഴപ്പമില്ല, നമുക്ക് ഭാവിയിൽ ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ സ്വയം കുഴപ്പമില്ല വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു 100 ബീഡ്സ്, ഏകദേശം ഒരു 80 രൂപ നമ്മുടെ ഇന്ത്യൻ റുപ്പി ആ റേഞ്ചിൽ വരുന്നത്. രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് സ്റ്റെൻസിൽ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതായിരുന്നു സ്റ്റെൻസിൽസ് വാങ്ങിക്കണം. പിന്നെ ആമസോണിലൊക്കെ നമ്മുടെ നാട്ടിൽ നോക്കുമായിരുന്നു, പക്ഷേ എനിക്കതെന്ത് അഫോർഡബിളായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. ഇപ്പോഴും അതെല്ലാം എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് പൊടി തട്ടിയെടുക്കണം എന്ന് പറഞ്ഞില്ലേ. ഇതിന് അറൗണ്ട് ഒരു പൗണ്ടും 68 പെൻസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ലിങ്ക് കാര്യങ്ങളൊന്നും താഴെ കൊടുക്കുന്നില്ല ഞാൻ, കാരണം ഇവിടെ അവൈലബിൾ അല്ല അത്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് കാണിക്കുന്നത് ഈ കോട്ടൺ ഫ്ലവേഴ്സ് ആട്ടോ. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ DIY ആയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയായിരുന്നു, പക്ഷെ ഇത്ര ഫിനിഷിങ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല. നമ്മുടെ നാട്ടിൽ ആമസോണിൽ കണ്ട്, പക്ഷെ അതിൽ നല്ല റേറ്റ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഞാനിപ്പോഴും വാങ്ങിക്കാത്തത്. അല്ലെങ്കിൽ എനിക്ക് അഫോർഡബിളായിട്ട് തോന്നുന്ന റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ തോന്നുന്നുണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷേ ഇതിന് ഏകദേശം 2 പൗണ്ട് 88 പെൻസ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു. ഓഫറിലായിരുന്നു അത്, അതായത് നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു 288 ഒരു 300 ആ ഒരു റേഞ്ചിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റ് വാക്സ് സീൽസ് ആണ് കേട്ടോ. ഇതിൽ ഡിസൈൻസ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഹാൻഡിലില്ല. ഇതിന് ഏകദേശം ഓഫറിലായിരുന്നു 69 പെൻസ് 79 പെൻസ് 80 പെൻസ് ആ ഒരു റേഞ്ചിലായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ഒരു ഏകദേശം ഒരു 80 രൂപ 85 രൂപ അല്ലെങ്കിൽ 69 70 ആ ഒരു റേഞ്ചിലായിരുന്നു. നമ്മുടെ നാട്ടിൽ എന്തായാലും അത്രയും കാശിന് ഇത് കിട്ടില്ല, കാരണം ഇവിടെയൊക്കെ നമ്മളൊരു വാക്സ് സീൽ വാങ്ങിക്കുമ്പോഴെന്തായാലും ഒരു 100 സംതിങ് അല്ലെങ്കിൽ 200 സംതിങ് വരും. പക്ഷേ കട്ടി കുറവാണ് കേട്ടോ, റേറ്റ് കുറവാണെങ്കിലും കട്ടി കുറവാണ്, പക്ഷേ വർക്ക് ചെയ്യും. അപ്പം ഞാൻ വാങ്ങിച്ചു. പിന്നെ നല്ല ഡിസൈൻസ്, നല്ല റയറായിട്ടുള്ള ഡിസൈൻസ്. പിന്നെ അതുപോലെ അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു വാക്സീലിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് 10 വരുന്ന ഒരു ബോക്സ്. ഈ ബോക്സിന് എത്ര രൂപയായിരുന്നു, ഇപ്പോൾ ഒരു 3 പൗണ്ടാണ് തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊരു 300 രൂപ, പക്ഷേ 300 രൂപയ്ക്ക് നമുക്ക് 10 ഡിസൈൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അഫോർഡബിളാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, വാങ്ങിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വാങ്ങിച്ചു. ഈ കിട്ടുന്നതിൻ്റെ ഒരു ആക്രാന്തത്തിലേക്ക് 3-4 അബദ്ധങ്ങൾ പറ്റി. അതായത് സെയിം ഡിസൈൻസിന് ഞാൻ അറിയാണ്ട് പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പക്ഷേ എന്താ ഞാൻ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ച് അടുത്തത് ഓർഡർ ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. പക്ഷേ ഞാൻ 4-5 തവണ ആയിട്ട് ഓർഡർ ചെയ്തിരുന്നത്. ആ 4-5 തവണയിലും എല്ലാതും 2 എണ്ണ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തെറ്റൊക്കെ ആർക്കും പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്തി. അല്ലാണ്ട് ഞാൻ അപ്പോൾ ആ പൈസ അവിടെ പോയി ക്യാഷ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ആകെ എന്താ പറയുക കാട് കയറിപ്പോയായിരുന്നു. അടുത്തതായിട്ട് കാണിക്കുന്ന ബർത്ത്ഡേ എന്നുള്ള MDF കട്ടാണ് കേട്ടോ. ഇത് 15 പീസിന് 1 പൗണ്ട് 68 പെൻസ് ആ റേഞ്ചിലാണ് വന്നത്. ഇനി കാണിക്കുന്ന ഈ ഫർണസ്, ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം വിചാരിക്കുന്നതായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള പേജസിലൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പേപ്പർ വേൾഡ് ഷോപ്പ് എന്നുള്ള പേജിലാണ് കണ്ടത്. പക്ഷെ അതിലേക്ക് റേറ്റ് എന്തോ, ഞാൻ പറഞ്ഞില്ല, ഞാനും റേറ്റും തമ്മിലൊരു മിസ്മാച്ച്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ ഫർണസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ വാക്സ് സീലിൻ്റെ സ്പൂണ്, അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള അടുത്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സ്പൂൺസ് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ആക്രാന്തം കൂടിയിട്ട് ചില പ്രൊഡക്ട്സൊക്കെ ഞാൻ 2 തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ട ഒരുവരാണിത്. പക്ഷെ അവരെന്നെ പറ്റിച്ച് ഗായ്സ്. ഞാൻ ആ പേപ്പർ പഞ്ച്, അതായത് കോർണർ പഞ്ച്, അത് 1 റോസ് അതുപോലെ 1 ബ്ലാക്ക് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്നൊരു ബ്രഷായി. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരുടെ ഒരു മാജിക്ക്. എൻ്റെ അടുത്ത് അത് റിട്ടേൺ ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് എത്ര പെൻസ് ആയിരുന്നു, 60-70 പെൻസ് ആയിരുന്നു. ടേബിളിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി അടുത്ത കാണിക്കുന്ന പ്രൊഡക്ട്സാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്പൂൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താ അറിയില്ല, അതിലിങ്ങനെ റേറ്റ് കുറവിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എൻ്റെ കയ്യിൽ 4-5 സ്പൂൺസ് മാത്രമേ ഉള്ളൂ വാക്സ് സീലിൻ്റെത്. അപ്പോൾ അതിനെ എപ്പോഴും കണ്ട് ബോറടിച്ചാൽ വിചാരിച്ചു എന്തായാലും കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് വാങ്ങിക്കാൻ. എൻ്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊക്കെ എൻ്റെ കയ്യിലില്ലേന്ന് പറഞ്ഞ അടുത്ത് ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞ സാരല്ല, നമുക്ക് പിന്നെ ഉപയോഗിക്കാമല്ലോ, ഇതൊന്നും കേട് വരുന്ന സാധനങ്ങളില്ലല്ലോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ദൂഷ്യഫലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വാങ്ങിച്ചാലും
ഒരു മടുപ്പ് എന്ന് പറഞ്ഞ സാധനം വരില്ല. അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിലൊരു വാക്സ് സീലും കൂടെ പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു മൗണ്ടെയിൻ ആ ഒരു ഡിസൈൻ വരുന്നതായിരുന്നു അത്. ഇനി ഇതെല്ലാം ഞാൻ സീൽ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയും വാക്സിൽ സ്പൂൺസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതും ഒരു വാക്സ് സീലിൻ്റെ ഡിസൈനാണ്, ഒരു ആൽമരം, ഒരു ട്രീ, ആ ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ്. പിന്നെയുള്ളത് ഇത് ഡബിൾ സൈഡഡ് സ്റ്റിക്കേഴ്സാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു. പക്ഷേ ചിത്രത്തിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിൽ വേറെ ആയിരുന്നു. പക്ഷെ ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇതല്ലല്ലോ ഞാൻ വാങ്ങിച്ചേ. പിന്നെ പോയി ചിത്രം നോക്കിയപ്പോൾ ഈ സെയിം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഏതോ ഒരു ഹാലിലിരുന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ സ്റ്റാപ്ലയർ. ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് 360 ആ ഡിഗ്രിയിലൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് അടിക്കാമെന്നൊക്കെ കണ്ട്. മറ്റേത് നമ്മുടെ കയ്യിലുള്ളത് ചെറുതായിരുന്നു, ഇത്ര, അതായത് നമുക്ക് പേപ്പറിൻ്റെ നടുവിലൊന്നും കൊണ്ടിട്ട് അടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പറ്റുമെന്ന് ഞാൻ ചിത്രത്തിൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്ത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതിനുള്ള ക്ലിപ്സ് കയ്യിലില്ല, ഇനി വാങ്ങിക്കണം. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റ് ഒരു നമുക്ക് ഡ്രോയിങ് പെൻസിൽസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പൗച്ച്. ഇത് ഞാൻ അബദ്ധത്തിൽ 2 ഓർഡർ ചെയ്ത് പോയി ഗൈസ്. ഞാൻ അറിയാണ്ട് അവിടെ 2 അടിച്ച് പോയി. പിന്നെ ഞാൻ അതായത് വെറുതെ ജസ്റ്റ് എവിടെ എത്തി ഓർഡർ ചെയ്ത് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് 2 കാണിക്കുന്നത് അവിടെ. പിന്നെ വെച്ചാൽ 2 എങ്ങനെ എന്നിട്ട് നോക്കിയപ്പോഴാണ് 2. ഞാൻ 2 തവണ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് £1.68 അങ്ങനെ എന്തോ വരുന്നത്. പക്ഷെ എന്നാലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് അപ്പോൾ 2 എടുത്തപ്പോൾ എത്ര പൈസ പോയി, ആ 1.68 വേറത്തിലൊക്കെ വാങ്ങിക്കായിരുന്നല്ലോ. പിന്നെ വിചാരിച്ചു അനിയത്തിക്ക് കൊടുക്കാം. അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് നമുക്ക് ഫോട്ടോ ആൽബമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനും മെയിനായിട്ട് വാങ്ങിച്ച ലെഫ്റ്റ് ഓവർ പീസസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ. മറ്റേത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓരോ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഇട്ട് വെക്കും. അങ്ങനെ ബോക്സുകൾ ആ കൂടെ നിറയും. അപ്പോൾ ഇതാകുമ്പോഴേക്ക് തോന്നി എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൊള്ളുമല്ലോ, അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് ഇട്ട് വെക്കാം. അങ്ങനെ ഇതിൽ 40 ഷീറ്റുകൾ വരുന്നുണ്ട് കേട്ടോ, അതായത് 40 ലീവ്സ് വരുന്നുണ്ട് അതിൽ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റും ഇത് ഞാനും കുറേ ആയിട്ട് വാങ്ങിക്കണം വിചാരിച്ചതായിരുന്നു. ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ ഇതിനാദ്യം DIY ആയിട്ട് ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ഞാനതിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അതുകൊണ്ട് ഉപയോഗിച്ച ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇത് കണ്ടപ്പോഴും എനിക്കെന്തോ വാങ്ങാൻ തോന്നി, ചെറിയ റേറ്റ് ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ വാക്സ് സീൽസ്, അതായത് നമ്മൾ സെൽഫ് അഡ്ഹസീവ് വാക്സ് സീൽസ് ഉണ്ടാക്കി വെക്കില്ല, നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക്. എനിക്ക് വാക്സ് സീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരിക, ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമുക്കതിൻ്റെ ബാക്കിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് വേഗം ഒട്ടിക്കാലോ, പരിപാടി പെട്ടെന്ന് കഴിയും, ക്ലീൻ ആൻഡ് നീറ്റ്. മറ്റേത് ആൾക്കൂടെ റൂമാകെ ഒരു പുകയുടെ ഒരു സ്മെല്ലും ഒക്കെ കൂടി ആയിരിക്കും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന പ്രൊഡക്ട്സ് ക്രേറ്റ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെക്കാളും ആഗ്രഹം എൻ്റെ അനിയത്തിക്കായിരുന്നു. എന്നോട് പറഞ്ഞു എന്തായാലും ഈ ക്രേറ്റ്സ് വാങ്ങിക്കണം, ഈ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും വാങ്ങിക്കണം. അവൾ ഓരോ ലിസ്റ്റിക്ക് തന്നിട്ടുണ്ടായിരുന്നു, പറ്റുന്നതൊക്കെ ഞാനതിൽ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. ഞാൻ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ വാങ്ങിക്കാം, പക്ഷെ അതിൽ 2 എനിക്ക് 2 നിനക്ക്, അതിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും സാധനം കിട്ടിയാൽ മതി. അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇതിൽ ഈ പിങ്കും ബ്ലൂവും ഞാനെടുത്ത്, ഗ്രീനും എല്ലാം ഒക്കെ കൊടുത്ത്. ഞാൻ പറഞ്ഞത് എൻ്റെ ടേബിൾ വൈറ്റാണ്, എൻ്റെ ടേബിൾ വൈറ്റാണ്, 2 വൈറ്റുമൊക്കെ എല്ലാതും മാച്ചാണ്. ഞാൻ അടുത്ത് പറഞ്ഞ് കുറച്ച് ദിവസം നീ ഇത് ഉപയോഗിക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ നിനക്ക് തരാം, നമുക്ക് സ്വാപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ തന്നെയല്ലേ. അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന പ്രൊഡക്ട്സ് ഡൈ കട്ട്സ് ആണ്. ഞാൻ ആവശ്യത്തിലധികം ഡൈ കട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് വായിക്കുകയാണ് ഡൈ കട്ട്സ്. പക്ഷെ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഡൈ കട്ട് മെഷീൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നപ്പോൾ ഞാനൊരു ഡൈ കട്ട് കണ്ടു. എത്ര 69 പെൻസ്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം, 69 പെൻസിന് ഡൈ കട്ടോ. ഞാനപ്പോൾ നാട്ടിൽ ഉള്ള കുറച്ച് പേജസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ അതിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഡൈ കട്ട്സ് നോക്കിയപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ £1, £2 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കാണാമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓർഡർ ചെയ്യാം, നാട്ടിൽ ചെന്നിട്ട് ഡൈ കട്ട് വാങ്ങിച്ചാൽ മതി, മീൻസ് ഡൈ കട്ട് മെഷീൻ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഓർഡർ ചെയ്ത് തുടങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് ഡൈ കട്ട്സ് വാങ്ങിച്ച് തുടങ്ങി. ഇവിടെ UK നമ്മൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്താ പറയുമ്പോൾ UK ഒരു പൗണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു 105 രൂപ അത്ര വരും. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു സാധനം 105 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോഴല്ലേ, ഇപ്പോൾ 2 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ 210 രൂപ ആയല്ലേ, അങ്ങനെ ഒരു ചിന്താഗതി വരും. പക്ഷെ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ 1 പൗണ്ട് 2 പൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക,
മൂല്യമുണ്ട്, പക്ഷെ അവർക്ക് എന്നാലും എന്താ പറയുക കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് 1 പൗണ്ട് 2 പൗണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഒരു സാധനം കാണുമ്പോൾ 1 പൗണ്ട് ഉള്ളൂ അല്ലേ, അല്ലെങ്കിൽ 2 പൗണ്ട് 2 പൗണ്ട് ഉള്ളതിന് വാവ്, ആ ഒരു ചിന്താഗതിയാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വരിക. അപ്പോൾ ഞാൻ ഇതൊക്കെ വരുന്നത് കാണുമ്പോൾ 1 പൗണ്ട് 2 പൗണ്ടിന് ഈ ഡൈക്കട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് 2 പൗണ്ടുള്ളൂ, ഇത് എന്തായാലും വാങ്ങിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് മൂപ്പരും പറഞ്ഞു 2 പൗണ്ടുള്ളല്ലോ വാങ്ങിച്ചോ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ആ 2 പൗണ്ട് എന്നുള്ളത് നാട്ടിലേക്കൊരു 210 അല്ലെങ്കിൽ ഒരു 200 എബോ എന്തായാലും ഉണ്ടാകും. മൂല്യം മാറിക്കൊണ്ടിരിക്കുമല്ലോ, എന്തായാലും ആ റേറ്റ് ഉണ്ടാകും. പക്ഷെ നമ്മൾ നാട്ടിൽ നമ്മൾ അത്ര കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്ര ഉണ്ടല്ലേ, അവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര ഉള്ളല്ലേ, അങ്ങനെ ഒരു ചിന്താഗതിയിലൊരു വ്യത്യാസം എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിച്ചത്. പിന്നെ ടീമോ എന്താ പറയുക ചൈനീസ് ആപ്പാണ്, കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് സാധനങ്ങൾ. അതായത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആണ്. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ഡൈക്കറ്റ്സ് വാങ്ങിച്ചു. ഇതിൽ എന്താ പറയുക ഒരു 10-20 ഡിസൈൻസ് ഉണ്ട്. അതിലേക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിപ്പിൻ്റെ ഡിസൈൻ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഫിലിം ക്യാമറ റോള് നെഗറ്റീവ്സ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഡിസൈൻ, ടിക്കറ്റിൻ്റെ ഒരു ഡിസൈന്, അതൊക്കെ ഞാൻ കുറേ. പിന്നെ ഈ കാണിക്കുന്ന നമ്മൾ എംബ്രോയ്ഡറി ത്രെഡൊക്കെ ലെഫ്റ്റ് ഓവർ നമ്മൾ ചുറ്റി വെക്കില്ലേ, അതൊക്കെ ഞാൻ കുറേ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. വിൻറ്റേജിലൊക്കെ ഞാൻ അങ്ങനത്തെ DIY ആയിട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായി. ഡൈക്കറ്റ്സിൽ എല്ലാം ഇഷ്ടമായി, പക്ഷെ അതൊക്കെ ഒന്നും കൂടെ കൂടുതൽ ഇഷ്ടമായി. ഇതിലിപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഒരു മോഡലുണ്ട്, ഒരു ഡൈക്കട്ട്. അത് ഞാൻ നാട്ടിൽ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ അതിന് 900 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ ടീമൂല് നമുക്കൊരു 3 പൗണ്ട്, അതായത് നാട്ടിലൊരു 300 സംതിങ് ആ ഒരു റേഞ്ചിൽ കിട്ടും. അപ്പോൾ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവുമല്ലോ. പിന്നെ എനിക്ക് അടുത്തൊരു സംശയം ഉണ്ടായിരുന്നത് ഇതൊക്കെ ഡൈക്കട്ടിൽ വർക്ക് ചെയ്യുമായിരിക്കും അല്ലേ എന്നുള്ളതൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡൈക്കട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റ് എംബോസിങ് ഫോൾഡേഴ്സ് ആണ് കേട്ടോ ഇനി കാണിക്കുന്നത്. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അത് ഞാനൊരു 3-4 ഡിസൈൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഡൈക്കട്ട് മെഷീൻ വേണം, ഡൈക്കട്ട് മെഷീൻ ഇല്ലാത്തതിന് മുന്നേ ഞാൻ വാങ്ങിച്ചത്. അത് ഇൻഷാല്ലാ ഡൈക്കട്ട് മെഷീൻ വാങ്ങിക്കും എന്നുള്ളൊരു എന്താ പറയുക ഒരു ഹോപ്പുമലാണ് ഞാനതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡൈക്കട്ട് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇനി അത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനത് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലായിരുന്നു. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ക്ലിയർ സ്റ്റാമ്പ്സ് ആണ്. എനിക്ക് എത്ര വാങ്ങിച്ചാലും കൊതി തീരാത്ത സാധനങ്ങളിലൊന്നാണ് ക്ലിയർ സ്റ്റാമ്പ്സ്. അപ്പോൾ ഇതും ഞാനും അത്യാവശ്യം കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നാൾ ജേണൽസേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതായത് ഞാൻ വേറൊരു പേജിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ക്ലിയർ സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രണ്ടും മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. എന്താ പറയുക ജേണൽസേന്ന് വാങ്ങിച്ചത് പെട്ടെന്ന് കാണാൻ ആകെ ഉരുകിയ പോലെയൊക്കെ ആയിട്ടുണ്ട്. അതായത് ഡിസൈൻസ് ഒരു എന്താ പറയുക അത് സാധനം ആകെ ക്ലിയർ സ്റ്റാമ്പ്സ് ആകെ ഉരുകി ഒരു വൃത്തികേടായി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിക്കായി. എന്നിട്ട് അവസാനമൊക്കെ ഭിന്നടിച്ച്. അപ്പോൾ എനിക്ക് ഇത് ആ ഒരു ഡൗട്ട് ഉണ്ട്, എന്താ പറയുക അതുപോലെ മിക്സ് ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെറ്റീരിയലിൻ്റെ വ്യത്യാസമാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ വല്ല കംപ്ലയിൻറ്റ് വരുമോ എന്നുള്ളതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് സെപ്പറേറ്റ് തന്നെ മാറ്റി സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത്. കാരണം ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള ഡിസൈൻസാണ്. ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനത്തത് കണ്ടിട്ടില്ല. അതിൽ ഏതോ ഒരു ഡിസൈൻ മാത്രം ഞാൻ നമ്മുടെ ഇറ്റ്സി ബിറ്റ്സിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 300 സംതിങ് എന്തോ ഞാൻ കണ്ടിരുന്നത്. ഇതിൽ ടീമൂല് ഒരു 2 പൗണ്ട് ആ ഒരു റേഞ്ചിൽ. അപ്പോൾ എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നിയില്ല, പക്ഷെ എന്നാലും നമുക്ക് ടീമാണ് ഒന്നുകൂടെ അഫോർഡബിൾ. അപ്പോൾ ഞാൻ അതൊന്ന് ഓർഡർ ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻസ്. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും വിൻറ്റേജ് ലുക്ക് ഉണ്ട്. അപ്പോൾ സ്ക്രാപ്പ് ബുക്ക് ജേണൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നല്ല ഉപകാരമായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തേ. ഇതെല്ലാം ഞാൻ സ്റ്റാമ്പ് ചെയ്യുന്ന ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യേണ്ടത്. അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത്തായി പോകും. അത് പിന്നെ ഞാൻ ആഡ് ചെയ്യാമെന്ന്. ഈ ഡിസൈനാണ് ഞാൻ ഇറ്റ്സി ബിറ്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ ആ ഫിലിം നെഗറ്റീവിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് ഓർഡർ ചെയ്തേ. പക്ഷെ അത് ഓർഡർ ചെയ്ത് എന്താ പറയുക അത് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളൊരു ഓർമ്മയിൽ ഞാൻ പിന്നെ വേറൊരു മോഡലിൽ ഉള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാരമില്ല, അബദ്ധങ്ങൾ ആർക്കെങ്കിലും പറ്റുമല്ലോ. അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് എന്താ പറയുക നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂണിൽ ബാക്കി ഉണ്ടാവില്ലേ, അപ്പോൾ അത് നമുക്ക് അതിന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാധനം. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് ചെറിയ റേറ്റ് ഉള്ളൂ, എത്രയോ പെൻസോ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഉപകാരമാണ്. നമ്മൾ സ്പൂൺ ക്ലീൻ ചെയ്യാൻ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യൽ. ഇതാകുമ്പോൾ നമുക്ക് അത് തന്നെ ഇങ്ങനെ വടിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഇത് നമ്മൾ വാക്സ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യൽ ഗ്ലാസിൻ്റെ പുറത്തായിരുന്നു.
നമ്മൾ സീൽ ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് വേറെ പ്രോജക്ട്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്നത് സ്റ്റെൻസിലാണ് കേട്ടോ. ഞാനിങ്ങനത്തെ കുറച്ച് സ്റ്റെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ഡിസൈൻസ് എന്തോ വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അടുത്തത് കാണിക്കുന്നത് കട്ടിങ് മാറ്റാണ്. എൻ്റെ കയ്യിലൊരു കട്ടിങ് മാറ്റ് ഉണ്ട്, പക്ഷെ അത് A3 സൈസാണ്, ഭയങ്കര വലുതാണ്. എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിളിൽ പകുതി സ്ഥലം ആ ഒരു കട്ടിങ് മാറ്റ് തന്നെ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ചെറുതൊന്ന് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇതും ചെറിയ റേറ്റേ ഉള്ളൂ, 1 പൗണ്ട് എന്തോ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച്. പിന്നെ ഇത് നമുക്ക് പേപ്പർ എംബോസ് ചെയ്യാനുള്ളതാണ്. ഇത് ഇൻഷാല്ല എംബോസ് ചെയ്യണം. ഇതും നമ്മുടെ സ്റ്റെൻസിലിൽ വരുന്നതാണ് കേട്ടോ. ഇത് എല്ലാം മിക്സ് ആയിട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നിങ്ങനെ വീഡിയോ ഒന്ന് എടുക്കുമ്പോഴും ഓർഡറിലല്ലായിരുന്നു, അതുകൊണ്ടാണ് ഓരോന്ന് ഇടയിൽ കയറി വരുന്നത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ പ്രൊഡക്റ്റ്. ഇത് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു കൗതുകം, അതിൻ്റെ പുറത്ത് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞില്ലേ. ഇതിൽ എങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരിക എന്നുള്ളത് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലുള്ള കാണിച്ചിട്ടുണ്ട്, അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കി. വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് നല്ല രസം, നമുക്ക് കുറച്ചും കൂടെ ഈസി ആക്കും നമ്മുടെ വർക്ക് എന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തത്. അതിന് എത്ര 3 പൗണ്ട്, പിന്നെ എത്ര പെൻസ് വരുന്നുണ്ട്, ഏകദേശം നമ്മുടെ നാട്ടിലൊരു 300 സംതിങ് വരുന്നുണ്ട് അതിന്. അപ്പോൾ ഇതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക, മീൻസ് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഞാനിത് യൂസ് ചെയ്തിട്ട് ഇൻഷാല്ലാ ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. നാട്ടിൽ അവൈലബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് അടിച്ച് ഞാൻ എപ്പോഴും എല്ലാത്തിലും കയറി സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കാണിക്കുന്നത് ഫർണസാണ്. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് യെല്ലോ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അപ്പം അങ്ങനെ ഒരു ബ്രൗൺ കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ബ്രൗൺ ഇങ്ക് പാഡ്. പിന്നെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്, ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, കുറേ ഫോറിൻ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്കും വേണം ഇത്. പക്ഷേ ഞാൻ പേപ്പർ വേൾഡ് ഷോപ്പിൽ കണ്ടിട്ടുണ്ട്, വേറെ അതിൽ ഞാൻ കയറി നോക്കിയിട്ടില്ലായിരുന്നു. അതിൽ കണ്ടപ്പോഴേക്കും റേറ്റ് എനിക്ക് ഓക്കെ അല്ല, അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല. വാക്സ് സീൽ നമ്മൾക്ക് ചെയ്യുമ്പോൾ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡേവിഡ് സ്റ്റാച്ചു. ഇതും കുറേ ആയിട്ട് വായിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. ഞാനിത് അതായത് ആമസോണിൽ കണ്ടു, പക്ഷേ ഭയങ്കര ചെറുതായിരുന്നു. പക്ഷേ എനിക്കൊരു മിനിമം ഈ ഒരു സൈസിലെങ്കിലും കിട്ടണമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി ഇങ്ങനെ കിട്ടുക. പിന്നെ ഞാൻ വിചാരിച്ചു സ്കൾപ്ചറൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഉണ്ടാക്കിപ്പിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ അവസരം നമുക്ക് ടീമൂന്നത് കിട്ടി. ഇതിന് 6 പൗണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് കാണിക്കുന്ന ക്ലിപ്പ്, ഇതും ഞാൻ കുറേ ആയിട്ട് വേണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അതിന് 5 പൗണ്ട് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു വിൻറ്റേജ് ഡയറിയാണ് കേട്ടോ. ഇങ്ങനത്തേത് എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ ആ ലീഫ് ക്ലിപ്സ് അല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മോഡൽ. അപ്പം ഇങ്ങനത്തെ ഒരു വിൻറ്റേജ് തീമിൽ വരുന്ന ഒരു ഡയറി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത് ഇത് A5 അങ്ങനെ എന്തോ സൈസ് ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. അതായത് ഉള്ളിലത്തെ പേപ്പേഴ്സിന് സൈസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ ടെമ്മിൽ നമ്മൾ റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ ചിലത് റിട്ടേൺ പോവുള്ളൂ, ചിലത് അവർ പറയും സാധനം നിങ്ങൾ കൈവച്ചോ, പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെറിയ എന്താ പറയുക, കസ്റ്റമേഴ്സിനെ സുഖിപ്പിക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ടീമിന്. പക്ഷേ എനിക്കത് ഇഷ്ടമായിട്ടോ. ഞാൻ ചിലതൊക്കെ ഇഷ്ടമാവാത്ത പ്രോഡക്റ്റ്സൊക്കെ കാണാൻ റിട്ടേൺ അയച്ചതും അവർക്ക് റീഫണ്ട് ചെയ്ത് പ്രോഡക്റ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞ് കയ്യിൽ വെച്ചോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ഇതുപോലത്തെ ഒരു മാഗ്നറ്റ് വെയർ. ഇത് ഞാൻ വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് ഒരു നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ ഷോക്ക് വെക്കാന്നുള്ള രീതിക്ക് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.